എങ്ങനെ ഉണ്ടായിരുന്നു 2024? ഓക്കെ, നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴാണ് അയ്യോ ഒറ്റ വർഷം ബെറ്റർ ആയിരുന്നല്ലേ ദൈവമേ. അത് എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്മകൾ നിറയട്ടെ ലോകത്ത്. കാര്യം ഒരു സ്ഥലത്തും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല, ഒന്നുമില്ല. എല്ലാം ഒരു പ്ലാസ്റ്റിക് ലെവലിൽ, കോൺക്രീറ്റ് ലെവലിലാണ് ബന്ധങ്ങളൊക്കെ. അതൊരു ബോറ് പരിപാടിയാണ്. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, ആർക്കും പ്രോബ്ലം ഇല്ലാത്ത സ്നേഹങ്ങൾ ഉണ്ടാകട്ടെ ലോകത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ മക്കളെ. ഷാനിക്ക, എങ്ങനെയുണ്ടായി 2024? എനിക്ക് 2024 ഭയങ്കര എന്താ പറയുക, ഒരു ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് കോൺസേർട്ട് നടന്നത് 2024 എൻ്റെ ഫസ്റ്റ് ലൈവ് 2025 ജാൻ 25 എൻ്റെ കൊച്ചി കോൺസേർട്ട്. ഹരിചേട്ടാ? നല്ലൊരു വർഷമായിരുന്നു 2024. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായതായിരുന്നു. പുതിയ കുറേ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ എന്താ പറയുക, താമസം ചെന്നൈയിലേക്ക് മാറി. കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഓഡിഷനിൽ പുറത്തായി ഷോയിൽ ജഡ്ജായി, ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ ജഡ്ജായി. അല്ല, എനിക്കൊന്ന് 2024 ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒന്നിച്ച് അതെ, അതൊരു വലിയൊരു എന്താ പറയുക, ഇങ്ങനൊരു പാനൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അതൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ 2024 ഒരുപാട് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വർഷമായിരുന്നു. ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആവട്ടെ അടുത്ത വർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ ആഗ്രഹിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. 2025 അടിപൊളിയാവട്ടെ എല്ലാവർക്കും.